നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂർ, പെരിയോത്ത്, ഉദിനൂർ മേഖലകളിൽ നടമാടിയ അക്രമ സംഭവത്തെ അപലപിച്ച് സർവകക്ഷി സമാധാന യോഗം. അക്രമത്തിനെതിരെ വിവിധ കക്ഷികളും പ്രാദേശിക ഭരണകൂടവും രംഗത്തെത്തിയത് ജനങ്ങളുടെ ഭീതിയകറ്റാൻ സഹായകമായി. സംസ്ഥാനതല വ്യാപാര സംരക്ഷണ ജാഥ ജില്ലയിൽ പര്യടനം തുടരുന്നു. ജാഥയ്ക്ക് പിലാത്തറയിൽ ഊഷ്മള സ്വീകരണം. തീരദേശ വില്ലേജ് ഓഫീസുകളിൽ സ്ഥാപിച്ച പ്രകൃതിക്ഷോഭ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. സർക്കാർ മുടക്കിയ ലക്ഷങ്ങൾ പാഴായി. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എരിപുരത്ത് മാറ്റിസ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റ് അപകടത്തിന് കാരണമാകുന്നതായി പരാതി. പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്ത്. ഓൺലൈൻ ഏകജാലക സംവിധാനം വഴി +1 അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അക്ഷയ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. വെബ്സൈറ്റ് പണിമുടക്കിയത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കി. കാലിക്കടവിൽ നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം കടയ്ക്ക് തീപിടിച്ചു. ആളപായമില്ല. യുവ കായിക താരങ്ങൾക്ക് ഫുട്ബോളിന്റെ ശാസ്ത്രീയ പാഠങ്ങൾ പകർന്ന് കരിവള്ളൂർ യങ് മെൻസ് ക്ലബ്ബ്. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂർ, പെരിയോത്ത്, ഉദിനൂർ മേഖലകളിൽ നടമാടിയ അക്രമ സംഭവത്തെ അപലപിച്ച് സർവകക്ഷി സമാധാന യോഗം. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗം അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ലോക്കൽ പോലീസും ഭരണകൂടവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തെത്തിയത് ജനങ്ങളിൽ വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ, പേക്കടം, ഉദിനൂർ, പെരിയോത്ത് മേഖലകളിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമോ മതപരമോ ആയ യാതൊരുവിധ സ്പർദ്ധയുമില്ലായിരുന്നുവെന്നും മറിച്ച് ലഹരി സംഘങ്ങൾക്കിടയിലെ കുടിപ്പകയും വിദ്വേഷവുമാണ് അക്രമ സംഭവങ്ങളിൽ കലാശിച്ചതെന്നുമാണ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ചേർന്ന സർവകക്ഷി സമാധാന യോഗത്തിന്റെ വിലയിരുത്തൽ. അക്രമത്തിന് പിന്നിൽ ആരായിരുന്നാലും അവരെ പിന്തുണയ്ക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികളുടെയോ നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സംഘടനയുടെയോ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്നും യോഗം പ്രഖ്യാപിച്ചു. പ്രദേശത്ത് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ മദ്യത്തിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട്. ലഹരി വസ്തുക്കളും മദ്യവും എത്തിച്ചു നൽകുന്ന സംഘങ്ങളും ഇവിടെ സജീവമാണ്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുണ്ടാകണം. അതിന് എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണയുണ്ടാകണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ, SI PV രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, വിവിധ കക്ഷികളെ പ്രതിനിധീകരിച്ച് C രവി, VK ബാവ, PK വിനോദ്, T ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു. കൗണ്ടർ കേസ് ഒരുവിധത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും രാത്രികാലങ്ങളിൽ 10 മണിക്ക് ശേഷം പലരും പലയിടത്തും സംഘം ചേരുന്നത് ഈ മേഖലയിൽ പതിവാണ്, ഇതൊരുവിധത്തിലും അനുവദിക്കില്ലെന്നും CI അറിയിച്ചു. നാടിന്റെ സമാധാനം സംരക്ഷിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതൃത്വവും പ്രാദേശിക ഭരണകൂടവും ലോക്കൽ പോലീസും ഒറ്റക്കെട്ടായി കൈകോർത്തത്. ജനങ്ങൾക്കിടയിൽ വളർന്ന ഭയം ഇല്ലാതാക്കാൻ കുറച്ചൊന്നുമല്ല ഇത് സഹായകമായത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാനതല വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. പ്രമുഖ നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 26, 27 തീയതികളിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അഖണ്ഡ സത്യാഗ്രഹത്തിന്റെ പ്രചരണാർത്ഥമാണ് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. വടക്കൻ മേഖലാ ജാഥ 11 മുതൽ 23 വരെ നടക്കും. മെയ് 23-ന് തൃശൂരിൽ വടക്കൻ മേഖലാ ജാഥ സമാപിക്കും. മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ നടന്ന സ്വീകരണത്തിൽ നിരവധി പേർ സംബന്ധിച്ചു. രാഘവൻ വെളുത്തോളി, TC വിൻസെന്റ്, S ദിനേശ്, ES ബിജു എന്നിവർ സംസാരിച്ചു. ഇവിടെ മറ്റു തര മേഖലയിൽ എന്നതുപോലെ മോട്ടോർ വ്യവസായ രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് ചില നിഷ്കർഷങ്ങൾ ഏർപ്പെടുത്തുകയും പുതിയ മോട്ടോർ നയം അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ മോട്ടോർ വ്യവസായ രംഗമാകെ തകർച്ചയെ നേരിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് ആ നയം തിരുത്തി
ഈ മോട്ടോർ വ്യവസായത്തെ സംരക്ഷിക്കണം എന്ന് ഞങ്ങൾ ഈ ജാഥയിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി വ്യാപാര മേഖലയിൽ നല്ല നിലയിൽ ബാധിച്ചിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും നേതൃത്വപരമായിട്ടുള്ള വില്ലേജ് ഓഫീസുകളിൽ ലക്ഷങ്ങൾ മുടക്കി സർക്കാർ സ്ഥാപിച്ച ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉപയോഗശൂന്യമായി നശിക്കുന്നു. ഭൂകമ്പങ്ങൾ, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകാനാണ് റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയത്. ഭൂകമ്പങ്ങളും കാലവർഷക്കെടുതിയും സുനാമി അടക്കമുള്ള ദുരന്തങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി സ്ഥാപിച്ച ഏർലി വാർണിംഗ് സിസ്റ്റം പലയിടത്തും അവതാളത്തിലും തകർന്നു വീണ് ഉപയോഗശൂന്യമായി മാറി. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് പാഴായിരിക്കുന്നത്. ദുരന്തങ്ങൾ നടക്കുമ്പോഴും ഇവ എന്തിനാണ് സർക്കാർ ഓഫീസിൽ അടിച്ചേൽപ്പിച്ചതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. തീരദേശ പഞ്ചായത്തുകളിലെ വിവിധ വില്ലേജ് ഓഫീസുകളിലാണ് ഈ സംവിധാനം സ്ഥാപിച്ചിട്ടുള്ളത്. റഡാർ വഴി പ്രവർത്തിക്കുന്ന സംവിധാനമാണിത്. റഡാർ സംവിധാനം കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ദുരന്ത സാധ്യതകൾ അറിയാൻ കഴിയൂ. എന്നാൽ പരിശോധന കൃത്യമായി നടക്കുന്നില്ലെന്നാണ് പ്രശ്നം. ജില്ലയിലെ 20 തീരദേശ വില്ലേജ് ഓഫീസുകളിലാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ടറേറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ്. തീരദേശ വില്ലേജുകളിൽ ലക്ഷങ്ങൾ ചെലവിട്ട് മൈക്ക് സെറ്റുകളും വിവിധ ഉപകരണങ്ങളും സ്ഥാപിച്ചിരുന്നു. 3 ലക്ഷം രൂപയാണ് ഓരോ വില്ലേജ് ഓഫീസിലും സംവിധാനം സ്ഥാപിക്കാൻ ചെലവായത്. സംസ്ഥാനത്തെ 9 തീരദേശ ജില്ലകളിലാണ് ദുരന്തം മുൻകൂട്ടി അറിയിക്കുന്നതിനുള്ള സംവിധാനം സ്ഥാപിച്ചത്. സംസ്ഥാന സർക്കാരും NDPയും ചേർന്ന് നടപ്പാക്കിയ സാമൂഹികാധിഷ്ഠിത ദുരന്ത നിവാരണ പദ്ധതിയാണ് ലക്ഷ്യത്തിലെത്താതെ നശിക്കുന്നത്. പല വില്ലേജ് ഓഫീസുകളിലും ഉപകരണങ്ങളും മൈക്കുകളും അധികപ്പറ്റായി പൊടി പിടിച്ച് നശിക്കുകയാണ്. ജനങ്ങളെ അറിയിക്കാനായി സ്ഥാപിച്ച ഉച്ചഭാഷിണിയും പൊട്ടിവീണ് തകർന്നിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ നാടിന് നടക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകി ജനങ്ങളുടെ രക്ഷയ്ക്കെത്തേണ്ട മുന്നറിയിപ്പ് സംവിധാനം ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഇവിടെ ഇവ സ്ഥാപിച്ചിട്ട് ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? പരിശോധിക്കുക. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എരിപുരത്ത് മാറ്റി സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റ് അപകടത്തിന് കാരണമാകുന്നതായി പരാതി. പോസ്റ്റ് സ്ഥാപിക്കുമ്പോൾ സ്വകാര്യ വ്യക്തിയുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകിയവർ പൊതു താൽപര്യവും സുരക്ഷിതത്വവും അവഗണിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് നിർമ്മാണം നടത്തുമ്പോൾ KSTP മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ചിരുന്നു. എന്നാൽ എരിപുരം ജംഗ്ഷനിലെ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചതാണ് വിവാദമായിരിക്കുന്നത്. തൊട്ടടുത്തുയരുന്ന ഷോപ്പിംഗ് മാളിന് സൗകര്യമൊരുക്കാൻ പോസ്റ്റ് റോഡിനോട് ചേർന്ന് സ്ഥാപിച്ചു എന്നതാണ് ഓട്ടോ തൊഴിലാളികൾ പരാതിപ്പെടുന്നത്. സംഭവം KSTP അധികൃതരുടെയും KSEB അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. എരിപുരം തളിപ്പറമ്പ് റോഡിൽ നടുറോഡിലാണ് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് നിലനിൽക്കുന്നത്. അപകടക്കെണിയാകുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. 4 ഭാഗത്തേക്കും റോഡുള്ള ഇവിടെ റോഡരികിൽ സ്ഥാപിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഈ പോസ്റ്റ് ഇപ്പോൾ റോഡിൻ്റെ നടുക്കയില്ലേ, അപ്പോൾ ഇത് എന്തായാലും അപകടം വിളിച്ചു വരുത്തും. അപ്പോൾ ഇവിടെ ഈ പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലൊരു സംവിധാനം വന്നിന്. അപ്പോൾ 2 സ്ഥലത്ത് കുഴിയെടുത്തിട്ട് ഈ പോസ്റ്റ് മാറ്റുമെന്ന് പറഞ്ഞിട്ട് കുഴിയെടുത്തതാണ്. അപ്പോൾ കുഴിയെടുത്തെടുക്കുന്ന അതിലെന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഈ പോസ്റ്റ് മാറ്റാണ്ട് ഇവിടെ തന്നെ നിലനിർത്തിയിട്ടില്ല. പിന്നെ ബിൽഡിങ്ങിനെ ബാധിക്കുന്നുണ്ടാണോ അതിൽ പിന്നെ അവരുമായിട്ട് പിന്നെ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങളുടെയെങ്കിലും മൊത്തം ഈ ഇരുവരുത്തി ചർച്ച വന്നിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് ഇരുപുരത്തെ ഓട്ടോ തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. +1 അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഏകജാലിക സംവിധാനം വഴി വിവിധ കോഴ്സുകളിലേക്ക് നടത്തുന്ന പ്രവേശനത്തിന്റെ നടപടികളാണ് ആരംഭിച്ചത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനായി അക്ഷയ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലപ്പോഴും വെബ്സൈറ്റ് പണിമുടക്കിയത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കി. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള +1 പ്രവേശന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് സ്കൂളുകളിൽ ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകിയും അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാം. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന അപേക്ഷാ ഫോറം 20-ാം തീയതിക്ക് ശേഷമേ സ്കൂളുകളിൽ എത്തുകയുള്ളൂ. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 25-ആണെന്നിരിക്കെ അപേക്ഷാ ഫോമിന് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് ചുരുക്കം. തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ അപേക്ഷ റദ്ദാക്കുമെന്നതിനാൽ ഓരോ ഘട്ടത്തിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിച്ചവർക്ക് കഴിഞ്ഞ അധ്യയന വർഷം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളതിനാൽ ഇക്കുറി അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. വെബ്സൈറ്റിലെ തിരക്ക് കാരണം +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ നൽകാൻ കഴിയാതെ വിദ്യാർത്ഥികൾ വലഞ്ഞു.
ഓൺലൈൻ അപേക്ഷിക്കുന്നതിന് ഒരു വെബ്സൈറ്റ് മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഒരുപാട് പേർ ഒരേ സമയം ഈ വിലാസത്തിൽ തിരഞ്ഞതോടെ ഒരിടത്തും അപേക്ഷകൾ പൂർത്തിയാക്കാൻ പറ്റാതായി. രാവിലെ മുതൽ ശ്രമിച്ച കുറച്ചു പേർക്ക് മാത്രമേ അപേക്ഷാ ഫോറം പൂർത്തിയാക്കി പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. വെബ്സൈറ്റിൽ പകൽ മുഴുവൻ തിരക്കായതിനാൽ രാത്രിയിൽ അപേക്ഷ നൽകാനായി വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സെന്ററുകളിൽ വിവരം നൽകി മടങ്ങുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. അപേക്ഷ നൽകുന്നതിലെ കാലതാമസം കാരണം ഉയർന്ന മാർക്ക് ലഭിച്ച നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച സ്കൂളുകളിൽ പ്രവേശനം ലഭിച്ചില്ല. KSEB തൃക്കരിപ്പൂർ സെക്ഷന് കീഴിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും KSEB ഓഫീസിലേക്ക് മാർച്ചും നടത്തി. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിന്റെ പ്രതിഷേധം പൂർണ്ണമായും പ്രകടമാകുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നത്. ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് KV സജിത്, P സനൽ, M ഷൈജു, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ധർണ CPM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത് തൃക്കരിപ്പൂർ പരിധിക്കകത്ത് മാത്രമാണ് ഇത്തരത്തിൽ ഭയാനകമായ രീതിയിൽ ഈ വിതരണ ശൃംഖല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചുറ്റുപാടുകളുമുള്ള മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂരിലെ അത്ര ഭീമമായ രീതിയിലേക്ക് കറണ്ട് കട്ട് അനുഭവപ്പെടുന്നില്ല, കറണ്ട് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള KV ദീപു അധ്യക്ഷനായി. PK വിനോദ് സ്വാഗതവും പറഞ്ഞു. കാലിക്കടവിൽ നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് പാഞ്ഞു കയറി കടയുടെ സൺഷെയ്ഡും സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും തകർത്തു. സംഭവത്തെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് കാരണം സമീപത്തെ മറ്റൊരു കടയ്ക്കും തീപിടിച്ചു. ബുധനാഴ്ച രാവിലെ കോഴിക്കോട് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയാണ് കാലിക്കടവ് ടൗണിലെ വളവിൽ നിയന്ത്രണം വിട്ടത്. പുലർച്ചെ 5 മണിയോടെയാണ് അപകടം. തൈലക്കണ്ടി സ്റ്റോറിന്റെ വരാന്തയിൽ തട്ടി നിന്ന ലോറി കടയുടെ സൺഷെയ്ഡ് പാടെ തകർത്തു. സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റും പൂർണ്ണമായും തകർത്തു. ഈ ഭാഗത്തെ വൈദ്യുതി കമ്പികളെല്ലാം തകർന്ന നിലയിലാണ്. ഷോർട്ട് സർക്യൂട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ SK സ്റ്റോർ എന്ന കടയ്ക്കും തീപിടിച്ചു. നിരവധി സാധനങ്ങളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. കടയുടെ ചില്ലടക്കം ഉരുകിയ നിലയിലാണ്. ടൗണിൽ മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധവും നിലച്ചു. അപകടം വരുത്തിവെച്ച ലോറി ചന്തേര പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. ലോറിയുടെ മുൻഭാഗവും പാടെ തകർന്ന നിലയിലാണ്. ഡ്രൈവറും ക്ലീനറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കരിവള്ളൂർ പെരളത്ത് വനിതാ സാംസ്കാരിക കേന്ദ്രം തുറന്നു. സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സർല നിർവഹിച്ചു. കരിവള്ളൂർ പെരളം പഞ്ചായത്തിന്റെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പെരളത്ത് വനിതാ സാംസ്കാരിക കേന്ദ്രം നിർമ്മിച്ചത്. നിത്യദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരിൽ 80% സ്ത്രീകളാണ്. അതേസമയം ലോകത്തുള്ള ജോലികളുടെ 85% ചെയ്തു നിൽക്കുന്ന സ്ത്രീകളാണ്. അപ്പൊ ഒരു UNO യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കണക്കാണ് ഈ പറയുന്നത്. അപ്പൊ അതെങ്ങനെ യോജിക്കുമോ? ഏറ്റവും അധ്വാനിക്കുന്നവർ സ്ത്രീകളാണ്. പക്ഷെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നതും വരുമാനമില്ലാത്തവരും സ്ത്രീകൾക്ക് തന്നെയാണ്. UN-ന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഏറ്റവും കുറഞ്ഞ കൂലിയും അവർക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ KS സർല പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി അധ്യക്ഷയായിരുന്നു. EP തമ്പാൻ മാസ്റ്റർ, K നാരായണൻ, C ബാലകൃഷ്ണൻ, P ഇന്ദിര, PV നാരായണി തുടങ്ങിയവർ സംസാരിച്ചു. 2014-15 വാർഷിക പദ്ധതിയിൽ തായ്ക്കൊണ്ടോ പരിശീലനം നേടിയ പെൺകുട്ടികളുടെ തായ്ക്കൊണ്ടോ പ്രകടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. കണ്ണപുരം പോലീസ് പിടിച്ചെടുത്ത് സ്റ്റേഷനു മുൻപിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ഈ വാഹനങ്ങൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കാതെ കണ്ണപുരം പോലീസ്. കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണ് പച്ചപുതച്ച് കിടക്കുന്നത്. വാഹനങ്ങൾക്ക് മുകളിൽ പന്തലിച്ചു നിൽക്കുകയാണ് വള്ളിപ്പടർപ്പുകൾ. കാഴ്ചയിൽ ഏറെ കൗതുകമുണ്ടെങ്കിലും ഇത് വൻ അപകടക്കെണിയാണ് ഒരുക്കുന്നത്. റോഡരികിൽ പച്ചപ്പാണെന്ന് കരുതി വാഹനം അല്പമൊന്ന് സൈഡ് ചേർത്താൽ വൻ അപകടങ്ങൾ തന്നെ ഉണ്ടാകും. കണ്ണപുരം പോലീസ് വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങളാണ് റോഡരികിൽ അപകടം വരുത്തും വിധം പാർക്ക് ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾക്ക് ചുറ്റും പച്ചപ്പ് പടർന്നു പന്തലിച്ചതിനാൽ കാൽനടയാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. റോഡിന് മുകളിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് കാൽനടയാത്രക്കാർക്ക്. ഇവിടം റോഡ് വളവായതിനാൽ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് KSTP റോഡ് നിർമ്മാണത്തെയും ബാധിക്കുന്നുണ്ട്.
വാഹനങ്ങൾ മാറ്റാതെ ഇവിടെ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയില്ല. പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡരികിൽ പാർക്ക് ചെയ്ത മുഴുവൻ വാഹനങ്ങളും അടിയന്തരമായി മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. യുവ കായിക താരങ്ങൾക്ക് ഫുട്ബോളിന്റെ ശാസ്ത്രീയ പാഠങ്ങൾ പകർന്ന് കരിവള്ളൂർ യക്മൻസ് ക്ലബ്ബ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് 35-ലധികം യുവാക്കളാണ് കാൽപന്ത് കളിയുടെ ശാസ്ത്രീയ പാഠങ്ങൾ പരിശീലിക്കുന്നത്. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം ഇപ്പോൾ പുലർച്ചെ വരവേൽക്കുന്നത് കാൽപന്ത് കളി പരിശീലിക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ ചടുല ചലന താളവേഗ സംഗീതം കൊണ്ടാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഈ കളിയിടത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രീയ ഫുട്ബോൾ പരിശീലനം നടന്നു വരികയാണ്. കരിവള്ളൂരിന്റെ കായിക ചരിത്രത്തിൽ പ്രത്യേകിച്ചും കാൽപന്ത് കളിയിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള അരനൂറ്റാണ്ടിലധികമായി ഈ നാടിന്റെ കായിക സംസ്കാരത്തിൽ തിളങ്ങി നിൽക്കുന്ന യങ്മെൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകി വരുന്നത്. ക്യാമ്പിൽ 35ഓളം യുവതാരങ്ങൾ പരിശീലനം നേടുന്നു. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന പരിശീലനം 8 മണിയോളം നീളും. പഴയകാല ഫുട്ബോളറും വിമുക്ത ഭടനുമായ എടാട്ടുമല്ലിലെ ഗണേഷാണ് മുഖ്യ പരിശീലകൻ. ക്ലബിന്റെ ആദ്യകാല ഫുട്ബോൾ താരങ്ങളും ഭാരവാഹികളും നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് സദാസമയവും കളിക്കളത്തിൽ ഇവർക്കൊപ്പം സജീവമാണ്. കായിക പരിശീലനത്തിന്റെ സമാപനത്തോടൊപ്പം ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് കൂടി നടത്താനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. പഴയങ്ങാടി എരിപുരത്ത് ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരെ വിവരമറിയിച്ചിട്ടും പരിഹാര നടപടി ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപം. നാടും നഗരവും കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമത്താൽ ദുരിതമനുഭവിക്കുമ്പോൾ എരിപുരം അരയാൽത്തറയ്ക്ക് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒരാഴ്ചയായി കുടിവെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെയും ചെങ്ങൽ പ്രദേശത്തെയും നിരവധി കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായി. പൈപ്പ് പൊട്ടിയത് കാരണം മലിനജലവും കുടിവെള്ളത്തിൽ കലരാനും ഇടയാകുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് കുടിവെള്ളം പാഴാകാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ 7ാം കവലയിലുള്ള പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ചയായി വെള്ളം പാഴായി പോകുന്നു. വേണ്ടപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടും ഇതിൽ കൂടുതൽ വെള്ളം അപ്പുറത്ത് പോകുന്നുണ്ട്, അതിൽ പരമാണോ ഈ വെള്ളം പോകുന്നതിനുള്ള അഭിപ്രായമാണ് ഇങ്ങോട്ട് കിട്ടിയത്. ഇത്രയും കെടുകാര്യസ്ഥയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. തൃക്കരിപ്പൂർ മെട്ടമ്മലിൽ മോഷണം. ഇരുനില വീടിന്റെ ഓടിളക്കി അകത്തുകടന്ന മോഷ്ടാക്കൾ 16.5 പവനും 7,000 രൂപയും കവർച്ച ചെയ്തു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. വീട്ടുപരിസരത്തെ ഷെഡിലുണ്ടായിരുന്ന ഏണിയെടുത്ത് വീട്ടിൽ ചാരിവെച്ചാണ് മോഷ്ടാക്കൾ മുകളിലെ നിലയിലെത്തിയത്. ഓടുമേഞ്ഞ മുകൾ നിലയിലെ ഓടിളക്കി അകത്ത് കടന്ന് കോണി വഴി താഴെയുള്ള മുറിയിൽ കടക്കുകയും ഷെൽഫിന്റെ പൂട്ട് തകർത്ത് 16.5 പവൻ സ്വർണവും 7,000 രൂപയും കവർന്നതായും അറിയുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:30യോടെയാണ് കവർച്ച നടന്നതെന്നാണ് അറിയുന്നത്. നീലേശ്വരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ KE പ്രേമചന്ദ്രൻ, ചന്ദേര സബ് ഇൻസ്പെക്ടർ PV രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മോഷണം നടന്ന വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശദമായി പരിശോധന നടത്തി. താഴത്തെ മുറിയിലെ ജനലിനോട് ചേർന്ന് മുറിക്ക് പുറത്തായി മണ്ണിൽ കാൽപാദം പതിഞ്ഞതായി കാണുന്നുണ്ട്. വിവരമറിയിച്ചതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. വീടും പരിസരവും നിരീക്ഷിച്ച പോലീസ് നായ മോഷണം നടന്ന ഷെൽഫിനരികിൽ നിന്നും മണം പിടിച്ച് 300 മീറ്ററോളം പുറത്തേക്കോടിയെങ്കിലും പ്രദേശത്ത് മഴ പെയ്തത് അന്വേഷണത്തിന് വിഘാതമായി. റബ്ബറിന്റെ വിലയിടിവ്. കർഷകർ റബ്ബറിന്റെ തലവെട്ടി കുരുമുളക് വള്ളി നടുന്നു. മലയോര മേഖലയിലെ മിക്കവാറും ഭാഗങ്ങളിൽ കുരുമുളക് തൈകൾക്ക് ഡിമാൻഡായി തുടങ്ങി. റബ്ബറിന്റെ വിലയിടിവ് തകർത്തത് മലയോര കർഷകന്റെ നട്ടെല്ലാണ്. ഒരു കാലത്ത് കമുങ്ങും തെങ്ങും കശുമാവുമെല്ലാം മുറിച്ച് റബ്ബർ വച്ച കർഷകർ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. തെങ്ങിന്റെ കൂമ്പ് ചീയലും കമുങ്ങിന്റെ മഞ്ഞളിപ്പും ഈ കൃഷിയിലേക്ക് തിരിയാൻ കർഷകരെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ ചിലവില്ലാത്തതും വില കൂടുതൽ ലഭിക്കുന്നതുമായ കുരുമുളക് കൃഷിയിലേക്ക് മടങ്ങാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. മലയോരത്തെ മിക്ക കർഷകരും തങ്ങളുടെ റബ്ബറിന്റെ കൊമ്പ് മുറിച്ച് കുരുമുളക് വള്ളി നട്ടു തുടങ്ങി. ഇടവിളയായി പച്ചക്കറി കൃഷിയും വാഴയും ഇവർ കൃഷി ചെയ്തു വരുന്നു. ഈസ്റ്റളരി, ചെറുപുഴ പഞ്ചായത്തുകളിലാണ് മിക്ക കർഷകരും ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത്. റബ്ബറിന്റെ വിലയിടിവ് മൂലം ടാപ്പിംഗ് കൂലി നൽകാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് കർഷകരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പൂഴിയുമായി വന്ന ലോറി പിലിക്കോട് തോട്ടം ഗേറ്റിൽ അപകടത്തിൽപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മംഗലാപുരത്തു നിന്നും മാഹിയിലേക്ക് പൂഴി കയറ്റി വരികയായിരുന്ന KL 13J2836 നാഷണൽ പെർമിറ്റ് ലോറിയാണ് പിലിക്കോട് തോട്ടം ഗേറ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. നിറയെ പൂഴിയുമായി വരികയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടതോടെ ലോറിയുടെ നമ്പർ പ്ലേറ്റിലെ നമ്പർ പൂഴി കൊണ്ട് തന്നെ മറച്ചത് അനധികൃത കടത്താണെന്ന് സംശയമുളവാക്കുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട ലോറി മാറ്റുകയും ചെയ്തു. മരച്ചീനി വില കുത്തനെ ഇടിയുന്നത് കർഷകർക്ക് തിരിച്ചടിയായി. 20 രൂപയിലേറെ കിലോയ്ക്ക് ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ വിപണിയിൽ 10 രൂപ മാത്രമാണ് കപ്പയ്ക്ക് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. പച്ചക്കപ്പയുടെ വില കുത്തനെ ഇടിയുന്നു.
വിലത്തകർച്ച മൂലം വിളവ് വിൽക്കാനും സൂക്ഷിച്ചു വെക്കാനും വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. കിലോയ്ക്ക് 35 രൂപ വരെ വിലയെത്തിയ മരച്ചീനിയുടെ ഇപ്പോഴത്തെ വിപണി വില 15 രൂപയാണ്. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി സംസ്ഥാനത്ത് നെല്ലിനൊപ്പം കപ്പ കൂടി വ്യാപകമാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. കുടുംബശ്രീകൾ വഴിയും മറ്റും കപ്പകൃഷി വിപുലമാക്കുകയും ചെയ്തു. പക്ഷേ തുടർ നടപടികളോ പ്രോത്സാഹനങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് മാത്രം. കഴിഞ്ഞ ഒരു വർഷം ഉൽപാദനത്തിൽ 50% വർധനവുണ്ടായി. ഇതിന്റെ കൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കൂടിയായപ്പോൾ കപ്പവില താഴ്ന്നു തുടങ്ങി. ഇപ്പോൾ കർഷകന് ലഭിക്കുന്നത് 10 രൂപയാണ്. കാട്ടുപന്നിയുടെയും മറ്റും ശല്യങ്ങളിൽ നിന്ന് കർഷകർ ഏറെ കഷ്ടപ്പെട്ടാണ് വിളവെടുപ്പ് കാലം വരെ എത്തിക്കുന്നത്. പിന്നീട് കിട്ടുന്ന വിലയാകട്ടെ അവരെ നിരാശയിലാഴ്ത്തുകയുമാണ്. 3 നൂറ്റാണ്ട് മുൻപ് ഇന്ത്യയിൽ ആരംഭിച്ച മരച്ചീനി കൃഷി ഇന്ന് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വിളവെടുക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഹക്കിം വധക്കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മെയ് 15-ന് പയ്യന്നൂരിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഹക്കീം വധത്തിലെ പ്രതികളെ പിടികൂടുക അല്ലെങ്കിൽ കേസന്വേഷണം CBIക്ക് വിടുക എന്ന ആവശ്യവുമായാണ് ശ്രീകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂരിൽ 15 മുതൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കും. 15-ന് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പഴയ ബസ് സ്റ്റാൻഡിലെ സത്യാഗ്രഹ വേദിയിലേക്ക് ബഹുജന പ്രകടനം നടത്തുമെന്നും ശ്രീകൃഷ്ണൻ MLA പറഞ്ഞു. ഹക്കീം വധക്കേസ് സംഭവസ്ഥലം സന്ദർശിച്ച ADGP അനന്തകൃഷ്ണൻ സമരത്തെ സംബന്ധിച്ച് നടത്തിയ പരാമർശം ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണൻ MLA, നഗരസഭാ അധ്യക്ഷ KV ലളിത, GD നായർ, K ദേവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പവിത്രഭൂമിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് പുസ്തക പ്രകാശനവും പ്രഭാഷണവും നടക്കും. പയ്യന്നൂർ TP ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സന്തോഷ് ചെറുപുഴയുടെ 2ാമത് കാവ്യസമാഹാരം കാവ്യപ്പുഴ എഴുത്തുകാരൻ P സുരേന്ദ്രൻ പ്രകാശനം ചെയ്യും. ശിവപ്രസാദ് ഷേണായി പുസ്തകം ഏറ്റുവാങ്ങും. തുടർന്ന് P സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷത വഹിക്കും. സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡിന് അർഹമായ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഘോഷ പരിപാടികൾ മെയ് 14-ന് പിലാത്രയിൽ നടക്കും. MLA EP ജയരാജൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ച് മെയ് 14-ന് വൈകുന്നേരം 4 മണിക്ക് പീരക്കാംതടം കേന്ദ്രീകരിച്ച് ഘോഷയാത്ര നടക്കും. തുടർന്ന് പിലാത്രയിൽ മെമ്പർമാരുടെയും ഇടപാടുകാരുടെയും സംഗമവും നടക്കും. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ അധ്യക്ഷനാകും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാങ്ക് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KC തമ്പാൻ മാസ്റ്റർ, സെക്രട്ടറി M ദാമോദരൻ മാസ്റ്റർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിച്ചു. വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് പ്രചാരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശുചിത്വ മിഷൻ, NRHM, പഞ്ചായത്ത് തനത് ഫണ്ട് തുടങ്ങിയ ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. എലി നശീകരണം, കൊതുക് നശീകരണം തുടങ്ങി പലതരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ക്യാമ്പയിന്റെ ഉദ്ഘാടന ചടങ്ങിൽ P രവീന്ദ്രൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CM ഹരിദാസ് പദ്ധതി വിശദീകരിച്ചു. P ഉഷ, K നാരായണൻ, P രാധ, ഡോക്ടർ ദീപ്തി, അഷ്റഫ് C, മൂലച്ചേരി നാരായണൻ എന്നിവർ സംസാരിച്ചു. കർഷക കൂട്ടായ്മയിൽ വാഴകൃഷി വിളവെടുപ്പ്. പെരളം കർഷക സംഘം പ്രവർത്തകർ നടത്തിയ വാഴകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ KT അച്യുതൻ മാസ്റ്റർ നിർവഹിച്ചു. കഴിഞ്ഞ നവംബർ 1-ന് കർഷക സംഘം ആഹ്വാനം ചെയ്ത കർഷക നവോത്ഥാനത്തിന്റെ ഫലമായാണ് 150ഓളം വാഴകൾ നട്ടത്. 5 പേർ ചേർന്ന് തികച്ചും ജൈവരീതിയിലായിരുന്നു കൃഷി. പെരളം കൈരളി വായനശാലയുടെ പരിസരത്ത് 80 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. തൃക്കരിപ്പൂർ ITയിൽ ക്വാർട്ടേഴ്സിന്റെ ഷെൽട്ടർ കാറ്റിൽ പറന്ന് ഹൈടെൻഷൻ ലൈനിൽ തങ്ങി. അപകടാവസ്ഥയിലായ ഷെൽട്ടർ ഇലക്ട്രിസിറ്റി ജീവനക്കാർ എത്തി നീക്കം ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് IT CPM ഓഫീസ് പരിസരത്തുള്ള നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് മുകളിൽ പാകിയിരുന്ന ഷീറ്റുകൾ ശക്തമായ കാറ്റിൽ ഉയരത്തിലുള്ള ഹൈടെൻഷൻ കമ്പിയിൽ പറന്നു കുടുങ്ങിയത്. പരിസരത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നിർമ്മാണ തൊഴിലാളികൾക്ക് പണിതതാണ് ഷെഡ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സുരക്ഷിതത്വമില്ലാത്ത തരത്തിലുള്ള ഷെഡാണ് പണിതിരിക്കുന്നത്. ഹൈടെൻഷൻ ലൈൻ കടന്നു പോകുന്നതിന് താഴെ ഇത്തരത്തിലുള്ള ഷീറ്റ് പാകിയത് അപകടകരമാണ്. വിശാലമായ സ്ഥലത്തിന്റെ കോമ്പൗണ്ട് വാൾ ഒരു ചുമരാക്കി ഷെൽട്ടർ പണിയാൻ അധികൃതർ അനുമതി നൽകിയതിൽ അപാകതയുണ്ടെന്നും അപകടം നടന്നതോടെ ശ്രദ്ധയിൽപ്പെടുന്നുമുണ്ട്. സമീപവാസികളുടെ അവസരോചിതമായ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്. തേനൂർ റബ്ബർ ഉത്പാദക സംഘത്തിനു കീഴിൽ ടാപ്പിംഗ് പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കടുമേനി വിഷ്ണുമൂർത്തി മുണ്ടേക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്നു. റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ K കൃഷ്ണൻകുട്ടി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. EP ജോസഫ് അധ്യക്ഷത വഹിച്ചു.
സംഘപരിധിയിൽ നിന്നും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീഹരിയെ അനുമോദിച്ചു. ജോൺ ബ്രിട്ടോ, വി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. മുപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച കണ്ടങ്കാളി സ്കൂൾ അംഗൻവാടിയിലെ പി ദാക്ഷായണിക്ക് നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. അംഗൻവാടി പരിസരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ മാത്രടൻ പത്മിനി ദാക്ഷായണിക്ക് ഉപഹാരം കൈമാറി. പവിത്രൻ VV, ബിജീഷ് KV തുടങ്ങിയവർ സംസാരിച്ചു. വെങ്ങര മഹാദേവ ക്ഷേത്രം മഹാഗണപതി ഹോമവും മൃദുജയ ഹോമവും സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്തര കേരളത്തിൽ അപൂർവമായി നടത്തിവരുന്ന 1008 തേങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമവും ദർശിക്കാൻ ദൂരദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ മഹാദേവ സന്നിധിയിൽ എത്തിച്ചേർന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മൃത്യുഞ്ജയ ഹോമം, തിലകഹോമം, കാൽകഴുകിപ്പാട്ട്, മഹാദേവനെ പത്മത്തിൽ ആവാഹിച്ച് പൂജ, സായൂജ്യ പൂജ എന്നിവയും നടന്നു. സർപ്പകോപം, രാഹുദോഷം, നാഗശാപം എന്നിവയകറ്റാൻ ഭഗവതി സേവയും സർപ്പബലിയും നടന്നു. ആഘോഷത്തിന് സമാപനം കുറിച്ച് നടന്ന പ്രസാദകൂട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇനി മാറ്റൊലി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയെ കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തിയാക്കി. പ്രതികരണങ്ങളിലേക്ക്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ എത്രത്തോളം നീതിപീഠത്തിന് സത്യസന്ധത പുലർത്താനും വേണ്ടി പറ്റി എന്നുള്ളത് ആ നീതിപീഠമാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ കുറ്റവിമുക്തമാക്കിയിട്ടുണ്ടെന്നത് ശരി തന്നെയാണ്. അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പോകാനുണ്ടത്രയെന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള ചർച്ചകൾ, വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഇനിയും നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരികയും രാഷ്ട്രീയപരമായ അഴിമതി ആരോപണങ്ങൾ, രാഷ്ട്രീയമായ അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന നിലയിലാണ് ഈ വിധിയെ ഞാൻ കാണുന്നത്. ഭരണവർഗ ശക്തികൾ ഈ മുതലാളിത്ത ലോകത്ത് എന്ത് വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞാലും അവരെ രക്ഷിക്കുന്നതിന് ഉതകുന്ന നിലയിലാണ് ഭരണ സംവിധാനങ്ങൾ ഇവിടെ നിലവിലുള്ളത്. 18 വർഷം ആയി നടന്നു നിൽക്കുന്ന ഒരു കേസിനെ പലപ്പോഴും തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടി തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജയലളിതയ്ക്ക് കഴിയുന്നു എന്നത് ഈ മുതലാളിത്ത ലോകത്തിൻ്റെ ഒരു സവിശേഷത കൂടിയാണ്. കേവലം ഇത് ഒരു ജയലളിതയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യം മാത്രമല്ല. ഇപ്പോൾ സൽമാൻ ഖാൻ്റെ പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ കേരള സർവകലാശാലയിൽ കോപ്പിയടിച്ച IG കോപ്പിയടിച്ചു എന്ന് കൃത്യമായി മനസ്സിലായിട്ട് പോലും IG രക്ഷപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ജയലളിത കുറ്റവിമുക്തമായി എന്നൊരു ഭരണകൂട അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഈ ലോകത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അഴിമതി ചെയ്ത ജയലളിതയെ വീണ്ടും കുറ്റകാരിയായി കണ്ടുകൊണ്ട് അതിനർഹിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ നൽകുന്നതിന് വേണ്ടി ഭരണകൂട ശക്തികൾ തയ്യാറാകണം എന്നാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ അടുത്ത കാലത്ത് 2 വിധികളുണ്ടായിരുന്നു. ഒന്ന് സൽമാൻ ഖാൻ്റെ, ജയലളിത. കോടതികൾ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായ വിധി. ജയലളിതയെ കുറ്റമുക്തമാക്കിയത് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവർ സാധാരണ ജനങ്ങൾക്ക്, പാർട്ടി അണികൾക്കും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി MG രാമചന്ദ്രൻ്റെ പാത പിന്തുടർന്ന് ഒരുപാട് കാര്യം സാധാരണ ജനങ്ങൾക്കും അണികൾക്കും വേണ്ടി അവർ ചെയ്തു വരുന്നുണ്ട്. വീണ്ടും അവർ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ അതുമാതിരി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെയേറെ ഞെട്ടലുളവാക്കിയ വാർത്തയാണ് ജയലളിതയെ കുറ്റവിമുക്തമാക്കിയെന്നത്. സാധാരണക്കാരനായ ആൾക്കാർക്ക് കോടതികളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമാണ് ഇത്തരം വിധികളിലൂടെ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, കോടതിയെ എതിർക്കുന്ന, കോടതിയെ വിമർശിക്കുന്ന ആൾക്കാരുടെ ന്യായങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള കോടതി വിധികളെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.
നീതി ദേവത എന്ന് നാം സങ്കല്പിച്ചിരുന്ന കോടതി ഇന്ന് മറ്റു തലത്തിലുള്ള ആധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മുമ്പിൽ കാണുന്നത്. ഇനി അറിയിപ്പുകൾ. കണ്ണൂർ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജൂൺ ആദ്യവാരം സംഘടിപ്പിക്കുന്ന 6 ദിവസത്തെ കോഴി വളർത്തൽ സൗജന്യ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി ജില്ലകളിലെ 18നും 45നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾ മെയ് 20 മുൻപായി റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടോ 04602 226573 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പയ്യന്നൂർ ഗാന്ധി പാർക്കിനടുത്തുള്ള സെന്ററിൽ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്ന കോഴ്സ് ആരംഭിക്കുന്നു. താൽപ്പര്യമുള്ളവർ സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടുക. വിശദവിവരങ്ങൾക്ക് 04985208878 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 25 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂരിൽ വെച്ച് വനിതാ സംഗമം നടത്തുന്നു. സൂര്യ ട്രസ്റ്റ്, പവിത്രഭൂമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും പ്രഭാഷണവും മെയ് 14 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. കുഞ്ഞിമംഗലം ശ്രീ തൃപ്പാണിക്കര ശിവക്ഷേത്രം ധ്വജപ്രതിഷ്ഠയും കർപ്പൂരാദി സഹസ്രകലശവും മെയ് 15 മുതൽ മെയ് 23 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂർ, പെരിയോത്ത്, ഉദിനൂർ മേഖലകളിൽ നടമാടിയ അക്രമ സംഭവത്തെ അപലപിച്ച് സർവകക്ഷി സമാധാന യോഗം. അക്രമത്തിനെതിരെ വിവിധ കക്ഷികളും പ്രാദേശിക ഭരണകൂടവും രംഗത്തെത്തിയത് ജനങ്ങളുടെ ഭീതിയകറ്റാൻ സഹായകമായി. സംസ്ഥാനതല വ്യാപാര സംരക്ഷണ ജാഥ ജില്ലയിൽ പര്യടനം തുടരുന്നു. ജാഥയ്ക്ക് പിലാത്തറയിൽ ഊഷ്മള സ്വീകരണം. തീരദേശ വില്ലേജ് ഓഫീസുകളിൽ സ്ഥാപിച്ച പ്രകൃതിക്ഷോഭ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. സർക്കാർ മുടക്കിയ ലക്ഷങ്ങൾ പാഴായി. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എരിപുരത്ത് മാറ്റിസ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റ് അപകടത്തിന് കാരണമാകുന്നതായി പരാതി. പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്ത്. ഓൺലൈൻ ഏകജാലക സംവിധാനം വഴി +1 അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അക്ഷയ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. വെബ്സൈറ്റ് പണിമുടക്കിയത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കി. കാലിക്കടവിൽ നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം കടയ്ക്ക് തീപിടിച്ചു. ആളപായമില്ല. യുവ കായിക താരങ്ങൾക്ക് ഫുട്ബോളിന്റെ ശാസ്ത്രീയ പാഠങ്ങൾ പകർന്ന് കരിവള്ളൂർ യങ് മെൻസ് ക്ലബ്ബ്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.